GCC ലൈസൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ദുബൈയിൽ ലൈസൻസ് എടുക്കാൻ എന്താണ് അതിൻ്റെ റൂൾസ്, എന്താണ് അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ കോസ്റ്റ് എത്ര വരും, അതിന് റിക്വയർഡ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, ഡയറക്റ്റ് കൺവെർസേഷൻ പറ്റുമോ ഇല്ലയോ, അതിനെ പറ്റിയുള്ള വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണുക. GCC ലൈസൻസ് കയ്യിലുള്ളവർ ഡയറക്റ്റ് ദുബൈയിൽ കൺവെർട്ട് ചെയ്യാൻ പറ്റുമോ? അതിനെപ്പറ്റി കുറേ വീഡിയോകൾ ഞാൻ ഓൺലൈനിൽ കണ്ടു, കുറച്ച് റോങ് ഇൻഫർമേഷൻ വീഡിയോകളും കണ്ടു. അപ്പോൾ അതിനെ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യാൻ എന്ന് ഉദ്ദേശിച്ചത്. കുറേ ആളുകൾ എനിക്ക് കമന്റ് ചെയ്ത് ചോദിക്കാറുമുണ്ട് അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതിൽ ആരാണ് എലിജിബിൾ, ആര് എലിജിബിൾ അല്ല, ഇതിൻ്റെ എക്സാക്ട് പ്രോസസ്സ് എന്താണ്, ദുബൈ റൂൾ അനുസരിച്ച് അതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം എന്താണ് GCC ഡ്രൈവിംഗ് ലൈസൻസ്? GCC ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ, ബഹ്റിൻ, ഖത്തർ ഈ രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്ന ലൈസൻസ് ദുബൈയിൽ റെക്കഗ്നൈസ്ഡ് ആണ്. ബട്ട് നോർമലി നമുക്കിതിനെ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും കൺവെർട്ട് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഇതിന് ആരാണ് എലിജിബിൾ ഡയറക്റ്റ് കൺവെർട്ട് ചെയ്യാൻ എന്ന് നമുക്ക് നോക്കാം. ഈ രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കൺവെർട്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കണ്ടീഷൻ, ലൈസൻസ് GCC കൺട്രിയിൽ നിന്ന് തന്നെ ഇഷ്യൂ ചെയ്തിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, സെയിം നാഷണാലിറ്റി ആയിരിക്കണം. എക്സാമ്പിൾ ആയി പറഞ്ഞാൽ, ഞാൻ സൗദി നാഷണാലിറ്റി ആണെങ്കിൽ എനിക്ക് സൗദി ലൈസൻസ് വേണം, ഒമാനി നാഷണൽ ആണെങ്കിൽ ഒമാനി ലൈസൻസ് വേണം, ഖത്തറി നാഷണാലിറ്റി ആണെങ്കിൽ ഖത്തർ ലൈസൻസ് വേണം. ഈ ആപ്ലിക്കൻസിന് ഡയറക്റ്റ് ആയിട്ട് ലൈസൻസ് കൺവെർട്ട് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ, സെയിം ലൈസൻസ് സെയിം നാഷണാലിറ്റി ആണെങ്കിൽ എനിക്ക് ഡയറക്റ്റ് കൺവെർട്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് കൺവെർസേഷന് ആരാണ് എലിജിബിൾ അല്ലാത്ത എന്ന് നോക്കാം. GCC കൺട്രി ലൈസൻസ് എൻ്റെ ഉണ്ട്, പക്ഷെ എൻ്റെ വേറെ നാഷണാലിറ്റി ആണെങ്കിൽ ഞാൻ എലിജിബിൾ അല്ല. എക്സാമ്പിൾ, ഇന്ത്യക്കാര്, പാകിസ്ഥാനികൾ, ഫിലിപ്പീനോ, ബംഗ്ലാദേശികൾ ആരുടെ കയ്യിൽ സൗദി, ഒമാൻ, കുവൈറ്റ് ലൈസൻസ് എന്നീ GCC കൺട്രി ലൈസൻസ് ഉണ്ടോ അവർക്ക് ഡയറക്റ്റ് കൺവെർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് 0 മുതൽ തുടങ്ങണോ വേണ്ടായോ എന്ന് നമുക്ക് തുടർന്ന് നോക്കാം. വേണ്ട, അങ്ങനെ ഒരു ആവശ്യമില്ല. പക്ഷേ ഡയറക്റ്റ് ടെസ്റ്റ് ആണ് അവർക്കുള്ളത്. ഡയറക്റ്റ് ടെസ്റ്റിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് തിയറി ടെസ്റ്റ്, അതായത് സിഗ്നൽ ടെസ്റ്റ്, പ്ലസ് ഡയറക്റ്റ് ഫൈനൽ ടെസ്റ്റ്. റോഡിന്റെ ക്ലാസ്സുകൾ, അതായത് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഒന്നും ചെയ്യാതെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഫൈനൽ ടെസ്റ്റ് കൊടുക്കാൻ പറ്റും, തിയറി ടെസ്റ്റ് പാസ്സായതിനു ശേഷം. പക്ഷേ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്താന്ന് പറഞ്ഞാൽ, ഈ ഫൈനൽ ടെസ്റ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പിട്ട് നിങ്ങൾ തീർച്ചയായും പ്രാക്ടിക്കൽ ക്ലാസ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതായത് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, എങ്ങനെ റൗണ്ട് അബൌട്ടിൽ വണ്ടി ഓടിക്കണം, ലെയിൻ ചേഞ്ച് ചെയ്യണം, ഓവർടേക്ക് ചെയ്യണം, ഇവിടുത്തെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ മനസ്സിലാക്കാൻ തീർച്ചയായും നിങ്ങൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഏത് ഡ്രൈവിംഗ് സ്കൂളിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ് ചെയ്തിരിക്കണം. തിയറി ടെസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ ആൾറെഡി വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. 3 വീഡിയോ കാണണം. കോമൺ ക്വസ്റ്റ്യൻസ്, ലൈറ്റ് മോട്ടോർ ക്വസ്റ്റ്യൻസ് പ്ലസ് ഹസാർഡ് വീഡിയോ. 35 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസറുകളും വരും. 5 HPT വീഡിയോ, അതായത് ഹസാർഡ് പെർസെപ്ഷൻ വീഡിയോസും വരും. ടോട്ടൽ 40 ക്വസ്റ്റ്യൻ വരും. അതിൽ 30 മിനിമം വേണം പാസ്സാകാൻ. അതിനെ പറ്റിയുള്ള വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കമന്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുത്തിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ ലിങ്കുകൾ, നിങ്ങളുടെ മെസ്സേജുകൾ പിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഫൈനൽ ടെസ്റ്റിനെ പറ്റിയുള്ള വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ അതർ നാഷണാലിറ്റികൾക്ക് എന്താണ് പ്രോസസ്? GCC ലൈസൻസ് ഉള്ള അതർ നാഷണാലിറ്റികൾക്ക് എന്താണ് റിക്വയർഡ് സ്റ്റെപ്സ് എന്ന് നോക്കാം. RTL നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്തിരിക്കണം. അത് ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഐ ടെസ്റ്റ് വേണം, തിയറി ടെസ്റ്റ് വേണം, ഡയറക്റ്റ് ഫൈനൽ റോഡ് ടെസ്റ്റ് ആണ്. ട്രെയിനിങ് ക്ലാസ്സുകളില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്താണ് ഡോക്യുമെന്റ്സുകൾ എന്ന് റിക്വയർമെന്റ്? നിങ്ങളുടെ ഒറിജിനൽ GCC ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം, വാലിഡ്. UAE റെസിഡൻസ് വിസ തീർച്ചയായും ഉണ്ടായിരിക്കണം, എമിറേറ്റ്സ് ID ഉണ്ടായിരിക്കണം, പാസ്പോർട്ട് കോപ്പി ഉണ്ടായിരിക്കണം, ഐ ടെസ്റ്റ് ഉണ്ടായിരിക്കണം. അത് സ്കൂളിലും നിങ്ങൾ ചെയ്യാവുന്നതാണ്. RT അപ്രൂവ്ഡ് ഐ ടെസ്റ്റ് സെന്ററിൽ ചെയ്തിരിക്കണം. അവരുടെ അടുത്ത് പറയണം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസിനാണെന്ന്. ഇനി ഇതിന്റെ കോസ്റ്റ് എത്ര ആകും, ഇതിന്റെ ചെലവുകൾ എത്ര വരും? അപ്രോക്സിമേറ്റ്ലി ഇതിന്റെ കോസ്റ്റ് ആണ് ഒരു 2500 ദിർഹംസിന്റെ അടുത്താവും. എല്ലാം ഫസ്റ്റ് ടെസ്റ്റിൽ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ. ടെസ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ടെസ്റ്റിന്റെ ഫീസും നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കണം. പിന്നെ ക്ലാസ്സുകൾ, എത്ര മണിക്കൂർ ക്ലാസ്സുകൾ ചെയ്യുന്നോ അതിന്റെ ഫീസുകളും നിങ്ങൾ എക്സ്ട്രാ കൊടുത്തിരിക്കണം. എക്സാമ്പിൾ, നിങ്ങൾ ഫൈനൽ ടെസ്റ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ 8 ക്ലാസ്സുകൾ ചെയ്യണം. അതായത് 4 മണിക്കൂർ ക്ലാസ്സുകൾ ചെയ്തിരിക്കണം. അതാണ് ടെസ്റ്റിന്റെ ഫീസ് പ്ലസ് പ്രാക്ടിക്കൽ ക്ലാസിന്റെ ഫീസ്
നിങ്ങൾ കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ ടെസ്റ്റ് റീ അപ്ലൈ ചെയ്യാവുന്നതാണ്. സാധാരണമായി ആളുകൾ എന്താണ് മിസ്റ്റേക്ക് ചെയ്യുന്നത്? യൂട്യൂബ് റൂമേഴ്സിനെ അവോയ്ഡ് ചെയ്യുക. ഡയറക്റ്റ് കൺവെർസേഷൻ പറ്റുകയില്ല. സെയിം നാഷണാലിറ്റിക്ക് പറ്റുകയുള്ളൂ. നാഷണാലിറ്റി ഇതിന് വളരെ മാറ്റർ ആണ്. ഏജന്റുകൾ പല ആൾക്കാരും പറയാറുണ്ട് 100% കൺവെർട്ട് ഒക്കെ ചെയ്തു തരാമെന്ന്. 2026 ഇത് ജനുവരിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതുവരെയും അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. ഡയറക്റ്റ് ടെസ്റ്റ് ആണ്. ഡയറക്റ്റ് തിയറി ടെസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ഫൈനൽ ടെസ്റ്റ്. ഫൈനൽ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തിയറി ടെസ്റ്റിന് പോകുന്നതിന് മുമ്പിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. പ്ലസ് ഫൈനൽ റോഡ് ടെസ്റ്റും പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാൻ. അതിന്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തിയറി ടെസ്റ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ട് പഠിക്കാവുന്നതാണ്. RTA ഫൈനൽ ടെസ്റ്റിൽ എന്തെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അതും നിങ്ങൾ കണ്ട് പഠിക്കാവുന്നതാണ്. കൂടുതലായി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ദുബായ് ഡ്രൈവിംഗ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.